നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവോ ഇല്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള റീഡിംഗ് ആണിത്. അതുപോലെ ഇതൊരു നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ആൾ ചോദിച്ചതാണ്. അതായത് അവർക്ക് ഇങ്ങനെ ഒരു റീഡിംഗ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ റീഡിംഗ് എടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള റീഡിങ്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റീഡിംഗ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കുറച്ച് പേര് മെസ്സേജ് ചെയ്തിരുന്നു അവർക്ക് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനിപ്പോൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല. കാരണം ഞാൻ വളരെ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു സമയമാണ് എനിക്കിപ്പോൾ. കാരണം ഞാൻ ഒരു ചാരിറ്റി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ഇപ്പോൾ ഉത്സവകാലം ആയത് കാരണം കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടേ എനിക്കിനിപ്പോൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അറിയിക്കാം നിങ്ങൾക്ക് എനിക്ക് എപ്പോഴാണ് റീഡിങ്സ് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ അറിയിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണ് റീഡിങ് നിങ്ങൾ കാണുന്നത് അപ്പോഴാണ് വാലിഡ് ആവുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മനസ്സ് കൂളാക്കി വെച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ലൈഫിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു റീഡിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ അധികം ആളുകളും, അതായത് മിക്കവാറും ഈ ഒരു റീഡിങ് കാണുന്നവര് അവരുടെ പേഴ്സൺ ഒരു മാരീഡ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ കിങ് ഓഫ് സോഡ്സും ക്യൂൻ ഓഫ് സോഡ്സും ഒരു കപ്പിൾ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയുമായിട്ട് അവർക്ക് ഒരു കർമ്മ ക്ലിയറൻസ് നടക്കാനായിട്ടുണ്ട്. അതായത് അവർ തമ്മിൽ എന്തോ ഒരു കർമ്മ ഉള്ളതായിട്ടാണ് കാണുന്നത്, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ. അപ്പോൾ ആ കർമ്മ ക്ലിയർ ചെയ്യുന്നത് വരെ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു കർമ്മ ക്ലിയർ ആവുന്ന സമയത്ത്, അതായത് ഒരു ടവർ മൊമെന്റ് ഇവരുടെ ലൈഫിൽ വരാനായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ലൈഫിൽ ഒരു ടവർ മൊമെന്റ് വരാനായിട്ടുണ്ട്. ആ ഒരു ടവർ മൊമെന്റ് വന്നതിന് ശേഷം മാത്രമേ ഇവർക്ക് കർമ്മ ക്ലിയറൻസ് ആവുകയുള്ളൂ. അതായത് ഇത് യൂണിവേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവര് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുമായിട്ട് ഒരു കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കർമ്മ ക്ലിയർ ആവുന്ന സമയത്ത്
യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഇവർക്കൊരു ടവർ മൊമെന്റ് കൊടുക്കുകയും, ടവർ മൊമെന്റ് പറയുമ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരിക എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വരുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടവർ മൊമെന്റ് ഇവരുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ കാർഡ്സ് കാണുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ലൈഫിൽ ഒരു ടവർ മൊമെന്റ് വരാനുണ്ട്. അത് ഇവരുടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു എന്താ പറയാ കർമ്മ ക്ലിയർ ചെയ്യാൻ കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് ഇവർക്ക് ഈ ഒരു ടവർ മൊമെന്റ് വരുന്നേ എന്നുള്ളതാണ്. അതുപോലെ ഈ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു അഫെക്ഷനോ സ്നേഹമോ ഒന്നും ഇവിടെ കാണുന്നില്ല. ഇവർ തമ്മിൽ ഉള്ളത് എന്താ പറയുക, ഫിനാൻഷ്യലി ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളും അതുപോലെ ഇവർ തമ്മിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യലായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്ര ചെയ്തിട്ട് എത്ര കിട്ടിയാലും ഒരു ആർത്തി തീരാത്ത പോലെയുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. അതായത് അവർക്ക് ഇനിയും ഇയാളിൽ നിന്ന് എത്രയും ഇയാളെ ഊറ്റാൻ പറ്റുമോ അത്രയും ഇയാളിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മെന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവർ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്. രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കിങ് ഓഫ് സോൾസും ക്വീൻ ഓഫ് സോൾസും എനർജിയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ളത്. അതായത് അവർ എപ്പോഴും അടിയാണ്. അതായത് ഒന്നുകിൽ വാക്കുകൊണ്ട് അവർ തമ്മിലുള്ള സംസാരങ്ങൾ തമ്മിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇവർ തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രണ്ടുപേർക്കും എന്താ പറയാ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഇവർ തമ്മിൽ ഒരു യാതൊരു വിധത്തിലുള്ള ഇമോഷണലി ഉള്ള അറ്റാച്ച്മെന്റ്സ് ഒന്നും കാണുന്നില്ല. ഇവർ തമ്മിൽ ഈ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇവർ തമ്മിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് ഊരിപ്പോരാൻ സാധിക്കുന്നില്ല. കാരണം ഇത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ, ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താ പറയാ അവരുടെ ഫാമിലിയെയും പിന്നെ സമൂഹത്തെയും ഒക്കെ ഉള്ള ഒരു പേടി കാരണം ആ ഒരു കമ്മിറ്റ്മെന്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് എൻ്റെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ലൈഫിനെ ബാധിക്കുക എന്നുള്ളൊരു പേടിയാണ് ഇവർക്കുള്ളത്. അതുപോലെ ഇവര് സാമ്പത്തികമായിട്ടൊക്കെ വളരെ എഫേർട്ട് ഈ ഒരു റിലേഷനിൽ ഇട്ടിട്ടും അത് അവർക്കൊരു നിരാശയും ഒരു ജീവിതം അടുത്ത ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതായത് മാനസികമായിട്ടൊരു മടുപ്പും അതുപോലെ ഒരു വിഷമവും അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇറിറ്റേഷനാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവര് ഈ ഒരു റിലേഷൻഷിപ്പില് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഇമോഷണൽ കാര്യങ്ങളൊന്നും, അതായത് സ്നേഹമോ ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളെ അവർ കാണുന്നത് ഒരു ദ എംപ്രസ് ആയിട്ടാണ്. അതായത് വളരെ എന്താ പറയാ സ്റ്റേബിൾ ആയിട്ടുള്ള അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിട്ടാണ്. നിങ്ങളെ കാണുമ്പോഴാണ് അവർക്ക് ഒരു അട്രാക്ഷനും അതുപോലെ സ്നേഹവും ഒക്കെ ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവരുടെ മനസ്സിലോട്ട് കുറച്ച് വെളിച്ചം വരാനായിട്ടുണ്ട്. ഇവർക്ക് സത്യത്തിൽ ഒരു നിങ്ങളുടെ പേഴ്സൺ സത്യത്തിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരാളായിട്ടാണ് കാണുന്നത്. അതായത് ഇവർക്ക് ചിലപ്പോൾ കുട്ടിക്കാലത്തൊന്നും ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർക്കത് മനസ്സിലാവില്ല. നിങ്ങൾ കൊടുക്കുമ്പോഴും മറ്റൊരാളിൽ നിന്ന് അത് കിട്ടുമ്പോൾ ഇവർക്ക് അത് റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതായത് അവർക്കത് മനസ്സിലാവണില്ല ഇതാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം, അതായത് ഇതാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നുള്ളത് അറിയാനുള്ള ഒരു അറിവ് അവർക്ക് വരാനുണ്ട്. അത് വരുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഗഡ്സും അതിനുള്ള ഒരു സമയം യൂണിവേഴ്സായിട്ട് കൊടുക്കുന്നത്. ആ ഒരു റിയലൈസേഷനാണ് ഇവർക്ക് കർമ്മയായിട്ട് ഇവരുടെ ലൈഫിനെ ബാധിച്ചിട്ടുള്ളത്. അതായത് ഇവർക്ക് എന്താ പറയാ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടാത്തത് കാരണം മറ്റൊരാളിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നോ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവിലേക്ക് ഇവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഈ ഒരു ടോക്സിക് ആയിട്ട് എന്താ പറയാ ഒരു
അടിപിടിയായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെക്കായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സ്റ്റെക്നെസ്സിൽ നിന്ന് അവർക്ക് പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു തിരിച്ചറിവ് വരണം, കാലചക്രം മാറണം. അവരുടെ ഈ ഒരു ഈ തേർഡ് പാർട്ടി പല കാര്യങ്ങളും ഇവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ തേർഡ് പാർട്ടി ഇവരെ ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവരറിയാതെ പല കാര്യങ്ങളും രഹസ്യമായിട്ട് ഈ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നേരിട്ട് കാണുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് ഒരാളെ എന്താ പറയാ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവുള്ള ആളല്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു എന്താ പറയാ രഹസ്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാണും. അവരുടെ മനസ്സിലോട്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവരുടെ കൺമുന്നിൽ ഇതൊക്കെ തെളിയുന്ന ഒരു സമയം വരും. അപ്പോഴാണ് അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന സമയത്താണ് ഇവരുടെ ടവർ മൊമെന്റ് വരുന്നത്. അവരെ മൊത്തമായിട്ട് പിടിച്ചു കുലുക്കുന്ന ഒരു സമയം. അതായത് അവരുടെ മനസ്സിനെ ഏൽക്കുന്ന ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ആഘാതം ഒക്കെ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു തേർഡ് പാർട്ടി അവരിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ അറിയുന്ന സമയമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ ലൈഫിൽ ഒരു ടവർ മൊമെന്റ് വരികയും ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കി ഇതിൽ നിന്നും പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ഒരു എന്താ പറയാ അപ്രോച്ച് എങ്ങനെയാണ്, അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളോടുള്ള ഒരു അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താന്ന് പറഞ്ഞാല് അവർക്ക് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു സോൾമേറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ അവര് നിങ്ങളെ കാണുന്നത് ഒരു എന്താ പറയാ അവരുടെ ഒരു ലൈഫിലെ ഒരു സന്തോഷമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ വന്നതിന് ശേഷമാണ് അവര് എന്താ പറയാ സന്തോഷം എന്താന്നുള്ളത് അറിയുന്നത്. അതുപോലെ സ്നേഹം എന്താന്നുള്ളത് തിരിച്ചറിയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വന്നതിന് ശേഷമാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവരുടെ മനസ്സിൽ വളരെ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരു പേഴ്സൺ ആണ് ഇപ്പോൾ. അവരുടെ മനസ്സിൽ അങ്ങനെയാണ്, എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാനിനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക റിലീജിയൻ വേറെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആയിരിക്കാം. ചിലപ്പോൾ റിലീജിയൻ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ മറ്റുള്ളവർ ഈ ഒരു റിലേഷൻ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായിരിക്കാം അവരുടെ മനസ്സിൽ. അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഇവർക്ക് ഇവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം, അതായത് എങ്ങനെ ഞാൻ ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനും വിഷമവും ഒക്കെ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ കരുതുന്നത് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്താൽ അത് മറ്റുള്ളവരെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അതായത് അവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടിയെ എൻഡ് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ ഇത് ഈ ഒരു മറ്റ് അതായത് ചിലപ്പോൾ അവരുടെ ഫാമിലിയോ ആരെങ്കിലും ഇതിനെ എതിർക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ അതായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. അതായത് ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്ത് ഈ ലൈഫിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു പേടി ഇവരുടെ മനസ്സിലുള്ളതായിട്ടാണ് കാണുന്നത്.
അതുപോലെ അവരുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള സമയത്താണ് എന്നുള്ള കാണുന്നത്. അതുപോലെ എന്താണ് സ്നേഹം എന്ന് നിങ്ങളിൽ നിന്നാണ് അവർ പഠിച്ചത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവര് ചില സമയത്ത് വളരെ വിഷമിക്കുന്നത് ഇത്രയും എന്താ പറയാ പരസ്പരം ഉള്ള സ്നേഹം അത് ഇവർക്ക് നിങ്ങൾക്ക് ഈക്വലായിട്ട് നന്നായിട്ട് തിരിച്ചു തരാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട് അവരുടെ ലൈഫിൽ. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണമായിരിക്കും അവർക്ക് നിങ്ങൾ അവരോട് എക്സ്പ്രസ് ചെയ്യുന്ന പോലെയൊന്നും അവർക്ക് തിരിച്ച് നിങ്ങളോട് കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഇടപഴകാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവർ കരുതുന്നത് അത് അവർക്ക് വളരെ വിഷമം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് മാനസികമായിട്ട് വളരെ ഫീലിങ്സ് വരുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളെപ്പോലെ തന്നെ ഈക്വൽ ആയിട്ട് എന്താ പറയാ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനോ അതുപോലെ നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും സാധിക്കാത്തതിൽ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് വരും, നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെയും പറ്റിയിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. കാരണം അത് അവർക്ക് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് നിങ്ങളിൽ നിന്നുള്ള എനർജി കൂടി അവർക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. അതായത് അവര് ഒന്നുകൂടി എന്താ പറയാ അവരുടെ വൈബ്രേഷനും എനർജി ലെവലൊക്കെ ഹൈ ആയി മാറും. അപ്പൊ അത് നിങ്ങൾക്കാണ് നിങ്ങളെ വീക്കാക്കുകയും ചെയ്യും, നിങ്ങളുടെ എനർജി ലെവല് ഡൗൺ ആവുകയും ചെയ്യും. അപ്പോൾ അത് അവരുടെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസും തോട്ട്സും ഒന്നും തേർഡ് പാർട്ടിക്കോ നിങ്ങളുടെ പേഴ്സണോ കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു എന്താ പറയാ നല്ലൊരു ലൈഫ് മാനിഫെസ്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഒക്ടോബർ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ടി എന്നാണ് ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. അത്തം, ജൂലൈ, എൻ, ഡിസംബർ, ജി, എ, ചതയം, രോഹിണി, 1986, പൂരുട്ടാതി, ഭരണി, മെയ്, മൂലം, ഫെബ്രുവരി, നവംബർ, ചോതി, പുണർത്തം, 1994. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം, മാനിഫെസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.